Hello friends, welcome to our channel. Now, we will talk about green line issue. We will discuss it. We will discuss how to solve it, avoid it, details. Recently, all brands, Apple, Samsung, Oppo, Vivo, Motorola, all brands face the green line issue. Majority of the news is main at OnePlus. OnePlus is main at complaints OnePlus. iPhones details phone specifications important service. This is a phone electronics service car service real experience main channels subscribe support friends share and there is some comment channel subscribe support share technical news financial news gadget comparison important subscribe Telegram channel Instagram page available page link subject recently, all phones out of warranty OLED, AMOLED display phone issue. Actually, this actually in main face main quality control problem. This AMOLED display technology almost 10 this is item കേൾക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇഷ്യൂ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിയാം നമ്മുടെ പണ്ട് കാലത്ത് അതായത് OLED ഡിസ്പ്ലേ ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാം അത് ആക്ച്വലി പ്രീമിയം ഡിവൈസുകളിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയാണോ എല്ലാ ഡിവൈസിലും 10000 15000 ഡിവൈസിൽ വരുന്ന ഡിവൈസുകൾക്ക് പോലും OLED ഡിസ്പ്ലേ വരുന്നത് അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മാസ് പ്രൊഡക്ഷൻ ആയി മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ക്വാളിറ്റി കൺട്രോൾ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പണ്ടൊന്നും ഇത് ഇഷ്യൂ വരാത്തതിന്റെ മെയിൻ സംഭവം ഇതായിരുന്നു അന്ന് നല്ല ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അറിയാം നമ്മുടെ AMOLED ഡിസ്പ്ലേയും അതുപോലെ തന്നെ OLED അല്ലെങ്കിൽ POLED ഡിസ്പ്ലേയുടെ ഒക്കെ നമ്മുടെ മാനുഫാക്ചറർ അല്ലെങ്കിൽ അതിന്റെ പാറ്റന്റ് ഉള്ളത് സാംസങ്ങിന്റെയും LGയുടെയും കയ്യിലാണ് അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നത് ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കമ്പനികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ different vendors and different place production unit അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡിഫറൻസുകളും അതുപോലെ ക്വാളിറ്റി കൺട്രോളും ഇങ്ങനെ മെയിൻ ആയിട്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ മെയിൻ ആയിട്ട് എന്താ പ്രോബ്ലം എപ്പോഴാണ് വരുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും വരിക അപ്പോൾ എന്താ കുഴപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്താ പറയുക നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൂടെ മാത്രം നിങ്ങളുടെ ആ OTA അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചാർജിൽ കുത്തിക്കുക അതായത് ഒഫീഷ്യൽ ചാർജറിൽ കുത്തി വയ്ക്കാനും മറക്കണ്ട എന്നുവെച്ചാൽ ചെറിയ ഒരു വോൾട്ടേജ് ഡിഫറൻസ് വന്നാൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട് അടിച്ചു പോകും അത് ഡിസ്പ്ലേയുടെ ഏതെങ്കിലും ഒരു സംഭവം അടിച്ചു പോകുമ്പോഴാണ് അവിടെ ഗ്രീൻ ലൈൻ വരുന്നത് അത് ആ പിക്സൽ അടിച്ച് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ശ്രദ്ധിച്ച് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ OTA അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ് മാത്രം സാധനം ഡൗൺലോഡ് ചെയ്യുക അല്ലാണ്ട് ഇടയ്ക്ക് ഡൗൺലോഡ് ചെയ്ത് പിന്നെ പോസായി അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അപ്പോൾ അതിൽ നമ്മുടെ എന്താ പറയുക ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ നമ്മളാകെ ആ സാധനം വന്നുകൊണ്ട് ആകെ മിസ്സായിപ്പോയി അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ പറയുന്നത് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ 5G പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ 5G നെറ്റ്വർക്കിലൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കരുത് വൻ ഷോക്കാണ് അത് തീരെ സ്റ്റേബിൾ അല്ല പോരാത്തതിന് ഇപ്പോൾ സ്പീഡും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സാധനം ശ്രദ്ധിക്കാൻ പറ്റണം അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഫോൺ പഴകുമ്പോഴാണ് അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു പാർട്ടിനോ അല്ലെങ്കിൽ ആ കണക്ഷൻ ഉണ്ടല്ലോ അത് അങ്ങോട്ടും കണക്ഷൻ വരുന്നുണ്ടല്ലോ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇപ്പോൾ പഴകിയും തോറും നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവം എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ഈ കണക്ടർമേ അല്ലെങ്കിൽ ആ മെറ്റൽ കോൺടാക്റ്റുമേ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ
ഇതുപോലെ തന്നെ വോൾട്ടേജ് ഡിഫറൻസ് വരും, അപ്പോൾ തന്നെ ഏതെങ്കിലും പാട്ടടിച്ചു പോലെ ഡിസ്പ്ലേ അടിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസാണ് മെയിനായിട്ട് വരിക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി അപ്ഡേറ്റ് ചെയ്തു ഒരു പ്രോബ്ലം ഇല്ല, വരില്ല. ഒരു 99.5% നിങ്ങളുടെ ഇഷ്യൂ വരില്ല, ഡിസ്പ്ലേ ഇഷ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവമൊന്നും വരില്ല. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ കുറേ ഒക്കെ ഇവരുടെ ഉടായ്പ പരിപാടികളുണ്ട് ഈ ബ്രാൻഡുകളിലെ. എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയായിരിക്കും ഈ സാധനം മെയിനായിട്ട് നടക്കുന്നത് ഇന്ത്യയിലാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ കൺസ്യൂമർ ലോ ഭയങ്കര ഷോക്കാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ ഒരു ബ്രാൻഡിനെതിരെ കൺസ്യൂമർ ലോയിൽ പോയിട്ട് ആൾക്ക് വിധി കിട്ടിയത് 5-6 മാസം കഴിഞ്ഞിട്ടാണ്. അതുവരെ കിടന്ന് നടക്കേണ്ട ഒരു 5-6-7 ഹിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരും. നോർമൽ ആൾക്കാരാണെങ്കിൽ ഇത്രയും ഗ്യാപ്പ് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ നടന്നത് വിട്ടിട്ട് പോകും. അതാണ് സ്ഥിതി ഇവിടുത്തെ. അപ്പോൾ അത് കൺസ്യൂമർ ലോ കൺസ്യൂമർ ലോ അല്ല, എല്ലാ ലോയും ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രാൻഡുകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ബ്രാൻഡിൽ ഈ ഫീൽഡ് മാത്രമല്ല, എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. ഫുഡിലെന്താ ഫുഡ് എന്താ പറയുക, ഫുഡ് പോയ്സൺ വന്നു, ആ ഹോട്ടലിൽ പോയി അവന്മാർ അടച്ചു, അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ആ സെയിം സാധനം പേര് മാറ്റി പിന്നെ ഇറക്കും. അതാണ് അവസ്ഥ ഇവിടുത്തെ. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ PC ത്രൂ അല്ലെങ്കിൽ മാക്ബുക്ക് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ. അതിൽ ആക്ച്വലി എറേഴ്സ് വരാനുള്ള ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാനുള്ള ചാൻസ് ഭയങ്കര. ഞാൻ എൻ്റെ ഐഫോണൊക്കെ ഒരു 99.9% ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടർ ത്രൂ അല്ലെങ്കിൽ എൻ്റെ മാക്ബുക്ക് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ PC, നമുക്ക് വിൻഡോസ് ആയാലും നമുക്ക് അതിലായിട്ട് iTunes ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് എടുത്ത് വയ്ക്കാം അപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി കേട്ടോ. ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ ഇത് എല്ലാ ബ്രാൻഡുകളും സെയിം തന്നെയാണ്. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇത് ആക്ച്വലി ശരിക്കും നോർമലി വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറി തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എൻ്റെ iPhone 13 അപ്ഡേറ്റിന് ശേഷമാണ് ഡിസ്പ്ലേ പോയത്, വൈറ്റ് സ്ക്രീനായി. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരെ സർവീസ് സെൻ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആപ്പിളിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ എടുത്ത് പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ ഒന്നും ഓതറൈസ് സർവീസ് സെൻ്ററുകളില്ല, അല്ലെങ്കിൽ ഒഫീഷ്യൽ സർവീസ് സെൻ്ററുകളില്ല. ഓതറൈസ് ഉണ്ട്, ഒഫീഷ്യൽ സർവീസ് സെൻ്ററുകളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇമാജിനോ അങ്ങനത്തെ കുറേ എന്താ പറയുക ഏജൻസികളാണ് ശരിക്കും. അവരെന്താ ചെയ്യുക, അവർ ഇൻസ്പെക്ഷൻ ചെയ്യണമെങ്കിൽ 2500 കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് പറയാം ഇത് കാശ് കൊടുത്ത് വരണം. വളരെ ഉടായ്പ വേണ്ടിയാട്ടോ, ഭയങ്കര ഉടായ്പ ആപ്പിൾ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മുംബൈയിലും ഡൽഹിയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ചാർജ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ഷൻ ചാർജായിട്ട് 2500 രൂപ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് അവർ പറയും ഇതിന് വാറണ്ടി കിട്ടില്ല, 25000 ഫൈൻ അടയ്ക്കാൻ പറയും. അപ്പോൾ iPhone 13 കാര്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അതാണ്, ഡിസ്പ്ലേ വന്നപ്പോൾ അവർ പറഞ്ഞ എമൗണ്ടാണ് 25000 രൂപ. അത് ഞാൻ അവരെ കൊണ്ട് ശരിയാക്കിപ്പിച്ചു. നമ്മൾ അതിൻ്റെ പിന്നാലെ കേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനത് എക്സ്ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 15 ആണ്. അല്ലെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ അത് ഞാൻ ഇത്ര പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ഉദ്ദേശം ഒന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 3 മാസമോ അത്രയ്ക്ക് ആയിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോഴേക്കാണ് ഇഷ്യൂ വന്നത്. അപ്പോൾ ഇത് OnePlusന് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ ബ്രാൻഡിനും ഉണ്ട്. സാംസങ്ങിനും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീൻ റീപ്ലേസ്മെന്റ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ആപ്പിൾ ആ ഏരിയയ്ക്കൊന്നും ഇല്ല, ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല, ഇനി നടത്താനും പോകുന്നില്ല, വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വാറണ്ടി അണ്ടർ വാറണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. വാറണ്ടിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ഇരിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നാലും റിസ്ക് ഉണ്ട്, പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഞാൻ ആക്ച്വലി പറയാം, നിങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടത്തരം. എന്താ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റുകളാണ്. നമ്മുടെ ഈ സൈബർ വേൾഡിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്ര അധികം ഫ്രോഡ് നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡൗൺ സൈഡ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർവീസ് നോക്കി എടുക്കാൻ പറഞ്ഞല്ലോ. നമ്മുടെ മോട്ടറോളയുടെ കാര്യം പറയും. ഞാൻ മോട്ടറോളയ്ക്ക് സർവീസ് സെൻ്റർ ഒന്നും ഇല്ല ഇവിടെ കളക്ഷൻ സെൻ്റർ മാത്രമേ ഉള്ളൂ. മോട്ടറോള മാത്രമല്ല, പിക്സലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കളക്ഷൻ സെൻ്റർ മാത്രമല്ല. വരെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം പറയും. നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഫോണിൽ കംപ്ലൈൻറ്റ് വന്നു. നമ്മൾ എല്ലാ ഏരിയസിലും മിക്ക സാംസങ് സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ പോയി നമ്മൾ കൊടുത്തു. അവർ പറഞ്ഞു നോക്കി ഇത് വാറണ്ടി കിട്ടില്ല, മാറ്റണം എന്ന് പറഞ്ഞു. സംഭവം കഴിഞ്ഞു. നമ്മൾ കാശ് കൊടുക്കുക, അതിപ്പോൾ പോട്ടെ, അവിടെ വരെ എത്തിയില്ലേ. പക്ഷേ മോട്ടറോളയുടെയും പിക്സലിൻ്റെയൊക്കെ കാര്യത്തിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെജോറിറ്റി കേരളത്തിലത്തെ എല്ലാ ഡിസ്ട്രിക്റ്റിലും അവർക്ക് കളക്ഷൻ സെൻ്റർ മാത്രമേ ഉള്ളൂ. അതായത് കളക്ട് ചെയ്തിട്ട് ഒറിജിനൽ സർവീസ് സെൻ്ററിലേക്ക് അയക്കുക. അപ്പോൾ നമ്മളൊരു 2-3 ആഴ്ച അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അത് അവിടെ എത്താൻ. എന്നിട്ടത് അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് പറയും ഇതിന് കാശടക്കേണ്ടി വരും. ഈ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂറിൽ നമുക്ക് ഇവിടെ സർവീസ് സെൻ്ററിൽ കേൾക്കേണ്ട വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരപ്പോൾ അവിടെ തന്നെ ശരിയാക്കി തരും, അല്ലെങ്കിൽ അത് തിരിച്ചയച്ച് പിന്നെ അത് വരാൻ നിൽക്കണം.
അപ്പോൾ അങ്ങനെ ഒരു മെയിൻ ഇഷ്യൂസ് വരുന്നുണ്ട് സർവീസൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഫോൺ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടു. അപ്പോൾ സർവീസ് വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂസ്, ഒരു എന്താ പറയുക, ഒരു മെയിൻ പോയിന്റ് തന്നെയാണ് നിങ്ങളൊരു സാധനം തിരഞ്ഞെടുക്കുമ്പോൾ. അത് ഫോൺ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്ത് ഇലക്ട്രോണിക്സ് AC ആയിക്കോട്ടെ, എന്ത് ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളായിക്കോട്ടെ, സർവീസ് ഭയങ്കര ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. അത് നോക്കാൻ മറക്കരുത്. ആൾക്കാർ നോർമലി നോക്കാറില്ല. എല്ലാവരും പ്രത്യേകിച്ച് ഫോൺ വാങ്ങിക്കുമ്പോൾ സ്പെക്സ് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ റീസെൻ്റ്ലി തന്നെ പൊക്കമൊക്കെ എമ്മാരി ഇപ്പോൾ കുറച്ച് കംപ്ലൈൻറ്റ് കുറവാ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു 2-3 കൊല്ലം ആ ഗ്യാപ്പിൽ വന്നേക്കുന്ന എത്ര കംപ്ലൈൻറ്റ് ആവുന്നുണ്ടായിരുന്ന പൊക്കോ. അപ്പോൾ എത്ര പെൻഡിങ് എന്ന് പറയാം, അവർക്ക് അതിൻ്റെ കേസുകൾ എത്ര ഇവിടെ പെൻഡിങ് കിടക്കണമെന്ന് അറിയാം കൺസ്യൂമർ കോർട്ടിൽ. അപ്പോൾ ഇവിടുത്തെ കുറേയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഗുണം കൊണ്ടും കമ്പനികൾ നമ്മൾ എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഇഷ്യൂസ് മെയിനായിട്ട് വന്നേക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് വേണം. അപ്പോൾ ഇത് ഒരു എന്താ പറയുക 50-50 എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ലീഗലി മൂവ് ചെയ്യാന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ അവിടെ പോയി ബാളുണ്ടാക്കിയതൊക്കെ പറഞ്ഞപ്പോൾ മാറ്റി തന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അങ്ങനെ അതെല്ലാവരുടെ അടുത്തും നടക്കുന്നു. എന്ന് വെച്ചാൽ അവർ ഗെറ്റ് ഔട്ട് അടിച്ചു വിടാം. അത്ര തന്നെ അവർക്ക് സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മെയിനായിട്ട് ഒരു എന്താ പറയുക, ഒരു ലീഗലായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ലീഗലി മൂവ് ചെയ്യാൻ തന്നെ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഒരു 99% മലക്കിൽ ആക്ച്വലി ഇതിനെതിരെ പോയ ആൾക്കാർക്ക് എല്ലാവരും അവരുടെ കേസ് വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു സൈൻ തന്നെയാണ്. അപ്പോൾ അതാണ് ആക്ച്വലി സൊല്യൂഷൻ ഉള്ളത്. പിന്നെ ബാക്കിയെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി വരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണെങ്കിലും പക്ഷേ കംപ്ലൈൻറ്റ് വരുന്നത് ഹാർഡ്വെയറിനാണ്. അപ്പോൾ പിന്നെ അതിന് നമുക്ക് എന്താ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെ വേറെ സൊല്യൂഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ബ്രാൻഡിനെ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ടാഗ് ചെയ്ത് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ശരിയാക്കി തരണം. അല്ലെങ്കിൽ നമ്മൾ ലീഗലി മൂവ് ചെയ്ത് കൺസ്യൂമർ കോർട്ടിൽ കൊടുത്തിട്ട് വേണം അത് കേസ് ജയിച്ചിട്ട് ബാക്കി സംഭവം ഒന്നെങ്കിൽ നമുക്ക് എന്താ പറയുക നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അതിനാണെങ്കിൽ പക്ഷെ കുറേ എന്താ പറയുക ടൈമും വരും. അതാണ് വേറെ പ്രോബ്ലം. അതും ചില്ലറ ടൈമൊന്നുമല്ല, മാസങ്ങളൊക്കെയാണ് ആവുക. അതാണ് ഭയങ്കര ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂസുകളൊന്നും വേണ്ടാന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. വാറണ്ടി കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വാറണ്ടി എടുക്കുകയാണ്. സാംസങ്ങിനും ഐഫോണിനൊക്കെ ആക്ച്വലി എക്സ്ട്രാ വാറണ്ടി ഓപ്ഷൻസുകളുണ്ട്. ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രീമിയം ഡിവൈസുകളൊക്കെ ഒക്കെയുള്ളൂ. സാംസങ്ങിനൊക്കെ നമ്മൾ ആക്ച്വലി നിങ്ങളൊരു പുതിയ ഡിവൈസൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഫോണിൽ വരണ പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വാറണ്ടി ബാക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ S23 കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആക്ച്വലി ഒരു 1 ഇയർ എക്സ്ട്രാ വാറണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ ചാർജ് വന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടതും 7000 രൂപ ആ റേഞ്ചൊക്കെയാണ്. ആപ്പിളിനാണെങ്കിൽ ഒരു 15,000 വരും. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും നഷ്ടം തന്നെയാണ്. 7000 രൂപ ആയാലും നഷ്ടം തന്നെയാണ്. നമുക്ക് വാറണ്ടി ആവശ്യമില്ലാത്തവർക്ക് ചുമ്മാ ഇതിന് വേണ്ടി മാത്രം വാറണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. നിങ്ങളും നോക്കി നോക്കുക. നിങ്ങളും എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മുടെ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഗ്ലോബലി കണക്റ്റഡ് ആണല്ലോ. നിങ്ങൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എവിടെന്നെങ്കിലും ഈ ഗ്ലോബലി ഇതുപോലെ ന്യൂസുകൾ ഇത്ര അധികം ന്യൂസുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര ലിമിറ്റഡ് കണ്ടിട്ടുള്ളൂ. അതും ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു റീസണിൽ ഒരു ന്യൂസും കണ്ടിട്ടില്ല ഒറ്റ ബ്രാൻഡുകളുടെ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നുവെച്ചാൽ അവിടെ അത്രയും സ്ട്രോങ് ആണ് അവരുടെ കൺസ്യൂമർ ക്രോട്ടും കൺസ്യൂമർ ലോവും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ് ഇവിടെ ഇത്ര അധികം ഈ ബ്രാൻഡുകൾ ആൾക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിഴിയാൻ ഇവർ കൊടുക്കുന്നതാണ്, അത് വേറെ കാര്യം. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊന്നും പറയാനോ എന്താ വെച്ചാൽ അത് നോർമലി ഇങ്ങനത്തെ ഈ ഇഷ്യൂസ് ഒന്നും ആൾക്കാർ പറയാറില്ല. നോർമലി ടെക് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺബോക്സ് ചെയ്യും, റിവ്യൂ ചെയ്യും, അല്ലാണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നോർമലി ആൾക്കാർ അങ്ങനെ ഇടാറില്ല. ഒന്നാമത് ഇങ്ങനത്തെ ജെന്യുവൻ കാര്യങ്ങളൊക്കെ ഒന്നും വ്യൂവേഴ്സിന് കിട്ടില്ല, അത് വേറെ കാര്യം. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്.